ഇല്ല, അങ്ങനല്ല. സുരേഷ് ഗോപി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതുകൊണ്ടാണ് നേരത്തെ നികേഷ് പറഞ്ഞ പോലെ തന്നെ ഒട്ടും ലാഘവത്തോടെയും നിഷ്കളങ്കമായി നമ്മൾ കാണരുത്. സുരേഷ് ഗോപി ഒരു പൊളിറ്റിക്കൽ ബഫൂണറിയോ, സുരേഷ് ഗോപി ഒരു പൊളിറ്റിക്കൽ സ്റ്റണ്ടോ, ഒരു പൊളിറ്റിക്കൽ ബ്ലണ്ടറോ അല്ല. ഈ സാഹചര്യത്തിൽ നമ്മൾ അതിനെ നന്നായി മനസ്സിലാക്കണം. സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു നല്ല പരീക്ഷണമായിരുന്നു BJPയുടേത്. അത് തൃശ്ശൂർ പോലൊരു സ്ഥലത്ത് സുരേഷ് ഗോപി അത് നന്നായി തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് തെളിയിച്ചത്? എല്ലാ വിഭാഗങ്ങളുടെയും എക്സെപ്റ്റ് മുസ്ലിം എല്ലാ വിഭാഗങ്ങളുടെയും, അത് ധീവര അരേ വിഭാഗങ്ങളുടെ വോട്ട് കിട്ടിയിട്ടുണ്ട്, ഈഴവരുടെ വോട്ട് കിട്ടിയിട്ടുണ്ട്, നായരുടെ വോട്ട് കിട്ടിയിട്ടുണ്ട്, ക്രിസ്ത്യാനികളുടെ വോട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നല്ലൊരു പരീക്ഷണവും ആ പരീക്ഷണത്തിലൂടെ വിജയിച്ചു വരികയും ചെയ്തിട്ടുള്ള നേതാവാണ് സുരേഷ് ഗോപി. പിന്നെ സുരേഷ് ഗോപിയുടെ ആക്സെപ്റ്റൻസ് എന്താണ്? വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരാളാണ് സുരേഷ് ഗോപി. സുരേഷ് ഗോപി നേരത്തെ സ്മൃതി തന്നെ പറയുന്നത് കേട്ടു, ഹൃദയത്തിൽ നിന്ന് സംസാരിക്കുന്ന ഒരാൾ എന്നൊക്കെയുള്ള മട്ടിൽ അദ്ദേഹത്തെ ആളുകൾ കാണുന്നു. അതുപോലെ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന ചാരിറ്റി വർക്കുകൾ, ഇതെല്ലാം തന്നെ സുരേഷ് ഗോപിയെ ഒരു പ്രധാനപ്പെട്ട ഒരു കൾട്ടാക്കി മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് തൃശ്ശൂർ പോലൊരു മണ്ഡലത്തിൽ അവിടെ ജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് സുരേഷ് ഗോപിക്ക്. 7 മണ്ഡലങ്ങളും ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന ഒരു സ്ഥലമാണ് തൃശ്ശൂർ എന്ന് പറയുന്നത്. ആ 7 മണ്ഡലങ്ങളിലും BJP ഒന്നാം സ്ഥാനത്താണ്. അപ്പോൾ സുരേഷ് ഗോപി ഒരു ചെറിയ പരീക്ഷണമായിരുന്നില്ല, സുരേഷ് ഗോപി ഒരു വലിയ വിജയവുമായിരുന്നു. അതുകൊണ്ട് തുടർന്നുള്ള കാലഘട്ടത്തിൽ സുരേഷ് ഗോപി ഈ രീതിയിൽ നമ്മൾ നായനാറിൻ്റെ വീട്ടിൽ പോകുന്നു, പിന്നെ വാടിക്കൽ രാമകൃഷ്ണൻ്റെ വീട്ടിൽ പോകുന്നു, ടി പത്മനാഭൻ്റെ വീട്ടിൽ പോകുന്നു, ഇന്ദിരാഗാന്ധിയെ എടുക്കുന്നു, കരുണാകരനെ പ്രഖ്യാപിക്കുന്നു ലീഡറായിട്ട്. ഈ രീതിയിൽ ഒരു കൺസെൻസസ് സ്വഭാവത്തിലേക്ക്, അതായത് BJPയെ ഒരു റിജിഡായ സംഘടനയിൽ നിന്ന് കുറച്ചുകൂടി പ്ലാസ്റ്റിക്കായ ഒരു സംഘടനയായിട്ട് മാറ്റുന്നു, അല്ലെങ്കിൽ അതിന് പറ്റുന്നൊരു മുഖത്തെ മുന്നോട്ട് വയ്ക്കാൻ പോകുന്നു. നമ്മളിപ്പോൾ സുജയ പറയുന്നത് പോലെ ഈ പറയുന്ന സുരേഷ് ഗോപി സംസ്ഥാനത്തെ BJP ഘടകത്തിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരാളായിട്ട് എനിക്ക് മനസ്സിലായിട്ടേ ഇല്ല. ഏതെങ്കിലും നിലവാരത്തിൽ BJPയുടെ സംസ്ഥാന ഘടകത്തിന് നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുള്ളൊരു നേതാവുമായിരുന്നിട്ടില്ല സുരേഷ് ഗോപി. സുരേഷ് ഗോപിക്ക് എന്ത് ചെയ്യണമെന്ന് തോന്നുന്നു അത് സുരേഷ് ഗോപി ചെയ്യും. സുരേഷ് ഗോപിക്ക് എന്ത് പറയണമെന്ന് തോന്നുന്നു അത് സുരേഷ് ഗോപി പറയും. അതിന് V മുരളീധരൻ്റെയോ K സുരേന്ദ്രൻ്റെയോ ഒന്നും ഒരു അംഗീകാരം അങ്ങനെയില്ല. BJP ഈസ് എ കേഡർ പാർട്ടി. BJPയെ നമ്മൾ കാണേണ്ടത് ഒരു കേഡർ സ്വഭാവമുള്ള പാർട്ടി തന്നെയാണ് BJP. അച്ചടക്കമുള്ള പാർട്ടിയാണ്. അവിടെ ആർക്കും കയറി എന്തും പറയാവുന്നൊരു സാഹചര്യമൊന്നും BJPയിലില്ല. BJPയുടെ അച്ചടക്കത്തിനകത്ത് നിൽക്കുന്ന ഒരാൾ അല്ലാതിരുന്നിട്ട് കൂടിയും സുരേഷ് ഗോപിയെ ഉയർത്തിക്കൊണ്ടുവന്നത് BJPയുടെ അല്ലെങ്കിൽ RSSൻ്റെ ഒരു സംഘപരിവാറിൻ്റെ ഒരു പുതിയ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ്. ഈ കേരളത്തിൽ വളരെ റിജിഡായി നിന്നാലൊന്നും വളരാൻ കഴിയുന്നൊരു മണ്ണല്ല. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വെച്ചാൽ കേരളം എന്ന് പറയുന്നത് ഒരു ഇടതുപക്ഷ മനസ്സിന് വളരെ ശക്തിയുള്ള മണ്ണാണ്. അവിടേക്ക് ഈ പറയുന്ന ഒരു മാറ്റം കൊണ്ടുവരണമെങ്കിൽ ഒന്നുകിൽ UDF അല്ലെങ്കിൽ LDF എന്ന് പറയുന്ന മാനവഭാവത്തിൽ നിന്നൊരു മാറ്റം കൊണ്ടുവരണമെങ്കിൽ എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ചില നേതാക്കളെ ഉയർത്തിക്കൊണ്ടുവരണം, ചില മുഖങ്ങളെ ഉയർത്തിക്കൊണ്ടുവരണം. അതിൻ്റെ ഒരു ആദ്യ ഘട്ടമായിട്ട് സുരേഷ് ഗോപിയെ കണ്ടാവുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റാണ് എന്നുള്ളത്. മാത്രവുമല്ല സുരേഷ് ഗോപി ഇനിയിപ്പോൾ സുരേഷ് ഗോപിയുടെ ഈ പറയുന്ന കേന്ദ്രമന്ത്രി സ്ഥാനത്തിൽ സന്തോഷിക്കുന്നവരാണ് സംസ്ഥാനത്ത് BJP ഘടകമെന്നും ഞാൻ വിചാരിക്കുന്നില്ല. അവർ കൂടുതൽ സന്തോഷവാന്മാരായിരിക്കുന്നത് ജോർജ് കുര്യൻ്റെ കേന്ദ്രമന്ത്രിസഭാ പദവിയിലേക്ക് അദ്ദേഹം എത്തിയതിനെ കുറിച്ചായിരിക്കും. അതൊക്കെ ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റാണ്. ജോർജ് കുര്യനെ ഞാൻ അംഗീകരിക്കുകയും ചെയ്യുന്നു കേട്ടോ. ഇപ്പോൾ കേന്ദ്രമന്ത്രിയായിട്ടുള്ള ആളെ നമ്മൾ അംഗീകരിക്കാതിരുന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അതൊക്കെ ഒരു പാർട്ടിയുടെ നയവുമായി ബന്ധപ്പെട്ട കാര്യമാണ്, സംശയമൊന്നുമില്ല. പക്ഷേ ജോർജ് കുര്യൻ പോലെ ആയിരിക്കില്ല ഇവിടെ കേന്ദ്രമന്ത്രി എന്നുള്ള നിലയ്ക്ക് സുരേഷ് ഗോപി പെർഫോം ചെയ്യാമെന്ന്. ജോർജ് കുര്യൻ്റെ എന്തെങ്കിലും ഒരു വാർത്ത നമ്മൾ കേട്ടിരുന്നോ ഈ ദിവസങ്ങളിൽ? എവിടെയെങ്കിലുമൊക്കെ അദ്ദേഹം പോകുന്നതായിട്ടോ ഒന്നും കേട്ടിട്ടില്ലല്ലോ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കോട്ടയത്തേക്ക് പോയി. നല്ല കാര്യം, അതൊക്കെ സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യങ്ങളാണ്. മറിച്ച് സുരേഷ് ഗോപി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതൊന്നുമല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ലളിതമായിട്ടും നിഷ്കളങ്കമായിട്ടും കഴിയില്ല. ഇനി മുന്നോട്ടുള്ള കാലഘട്ടത്തിൽ സുരേഷ് ഗോപി ഒരു ടൂളായിട്ട് വരും. ആ ടൂളായിട്ട് വന്നിട്ട് നേരത്തെ നികേഷ് സൂചിപ്പിച്ച ആ വാക്ക് തന്നെ ഒരു മുഖം മൂടിയാണ്, ഒരു മുഖോട്ടയാണ്. ആ രീതിയിൽ സുരേഷ് ഗോപിയെ മുന്നോട്ട് നിർത്തിക്കൊണ്ട് ഒരു ഫോർമുലയാണ് BJP വർക്ക് ചെയ്യാൻ പോകുന്നത്. ആ ഫോർമുല ഇവിടുത്തെ സംസ്ഥാന ഘടകം അങ്ങ് ഉൾക്കൊള്ളുമോ അല്ലെങ്കിൽ തിരസ്കരിക്കുമോ എന്നുള്ളതൊന്നും സുരേഷ് ഗോപിയുടെയും വിഷയമല്ല, ദേശീയ നേതൃത്വത്തിന്റെ വിഷയമല്ല. കാരണം എന്താ അറിയോ, അതിന്റെ പ്രശ്നം എന്താ അറിയാമോ സുജയ? ദേശീയ നേതൃത്വത്തിന് ഒരു താല്പര്യമുള്ള ഒരു സംസ്ഥാന നേതൃത്വമൊന്നും അല്ല BJPയുടെ. എന്തെല്ലാം അവസരങ്ങൾ കിട്ടിയിട്ടും ഒരു കാര്യം JP നഡ്ഡ കഴിഞ്ഞ വർഷം തിരുവനന്തപുരത്ത് വന്നിട്ടൊരു സമ്മേളനം വിളിച്ചുകൂട്ടി BJPയുടെ. ആ സമ്മേളനത്തിൽ JP നഡ്ഡ തുറന്നടിച്ച കാര്യം എന്താണെന്നറിയോ? ഇവിടെ ഇനി നിങ്ങൾ നന്നായി പ്രവർത്തിച്ച് സീറ്റും സംഘടിപ്പിച്ചുകൊണ്ട് വന്നില്ലെങ്കിൽ ഡൽഹിക്ക് അങ്ങോട്ട് വരണ്ടെന്നാണ് പറയുന്നത്. കാരണം വെച്ചാൽ ഇവിടെ ചെയ്യാവുന്ന പ്രവർത്തകർക്ക് കൊടുക്കാവുന്നതെല്ലാം കൊടുക്കുന്നു, അത് പൈസയായിട്ട് കൊടുക്കുന്നു, മറ്റ് സൗകര്യങ്ങളായിട്ട് കൊടുക്കുന്നു. ഈ ഭരണത്തിൻ്റെ സ്വാധീനം ഉണ്ടായിട്ടും ഒരു സ്ഥലത്തും വിജയിച്ചു കയറാൻ കഴിയുന്നില്ലെന്ന് മാത്രവുമല്ല, ഈ പറയുന്ന വോട്ട് പെർസെൻറ്റേജ് ഉയർത്താൻ കഴിയുന്നില്ല. പല തരത്തിലുള്ള ഇത്രയധികം ഒരധികാരവും ഇല്ലാതിരുന്നിട്ടും 450 ഗ്രൂപ്പുകളുള്ള ഏക BJP ഘടകം കേരളത്തിലായിരിക്കും. ഇവിടെ ഇപ്പം മധ്യപ്രദേശിൽ എത്ര കാലമായിട്ട് ഭരിക്കുക? നമ്മളവിടെ കാണുന്നില്ലല്ലോ ഈ പ്രശ്നം. ഗുജറാത്തിൽ എത്ര കാലമായിട്ട് ഭരിക്കുക? അവിടെ കാണുന്നില്ലല്ലോ ഈ പ്രശ്നം. ഇതിപ്പോൾ 4 നേതാക്കളുടെ 4 വഴിക്കാണ് BJPയുടെ സംസ്ഥാന ഘടകം എന്ന് പറയുന്നത്. നമുക്ക് പരസ്യമായി തന്നെ ഓരോരുത്തർ വന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലേ? ഇതെല്ലാം നമ്മുടെ മുമ്പിലില്ലേ? അങ്ങനെ ഒരു സംഘടന ഇനി ഞങ്ങൾക്ക് വേണ്ട എന്ന് കേന്ദ്ര നേതൃത്വം ഇവിടെ വന്ന് പറഞ്ഞിട്ട് പോയതാണ്
കഴിഞ്ഞ വർഷം JP നഡ്ഡയാണത് പറഞ്ഞത് തിരുവനന്തപുരത്തെ സമ്മേളനത്തിൽ. എതിർക്കുന്നെങ്കിൽ എതിർക്കട്ടെ, ഏതെങ്കിലും ഒരു BJP നേതാവ് എതിർക്കട്ടെ, കൃത്യമായ ഇൻഫർമേഷൻ ഈ കാര്യത്തിൽ നമുക്കുള്ളത്. അപ്പോൾ അതിനൊക്കെ ശേഷം സുരേഷ് ഗോപിയെ പോലെ ആളെ മുന്നോട്ട് വയ്ക്കുന്നു, അദ്ദേഹം ഒരു അതൊരു വിജയമായി മാറുന്നു. ഇനി സ്വാഭാവികമായും സ്മൃതി ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറയാം, ഇതൊരു തുടർച്ചയുണ്ടാകും. ദിസ് ഈസ് എ പൊളിറ്റിക്കൽ പ്രോജക്റ്റ്. ഇതൊരു പൊളിറ്റിക്കൽ ബഫൂണറി ആയിട്ട് കാണരുത്, പൊളിറ്റിക്കൽ ബ്ലണ്ടർ ആയിട്ട് കാണരുത്, പൊളിറ്റിക്കൽ സ്റ്റണ്ട് ആയിട്ട് കാണരുത്. സുരേഷ് ഗോപി ഒരു പരീക്ഷണമാണ്, അത് തുടരുക തന്നെ ചെയ്യും. Meet the editors.